നമ്മൾ 50 ചോദ്യങ്ങൾ മുതലാണ് കാണുന്നത്. മുമ്പേ കണ്ട LD ക്ലർക്ക് എക്സാമിന്റെ പ്രിലിംസ് തേർഡ് സ്റ്റേജിന്റെ ബാക്കി ചോദ്യങ്ങളാണ്. 2023 നവംബർ 11 നടന്ന ചോദ്യപേപ്പറാണ്. 50 ചോദ്യങ്ങൾ നേരത്തെ കണ്ടു, ബാക്കിയായിരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ 2ഉം 3ഉമാണ് ശരി. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷും KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി എന്നുള്ളതും ശരിയാണ്. ഇനി 51ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് 1, 2, 3 ശരിയാണ്. 1947 മുതുകുളം പ്രസംഗം, വർഷം ചോദിച്ചിട്ടുണ്ട്. 1959 വിമോചന സമരം നേതൃത്വം നൽകി, ഭാരതകേസരി എന്ന് അറിയപ്പെടുന്നു. കോഴഞ്ചേരി പ്രസംഗം നടന്നത് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്, C കേശവനായിരുന്നു. ഇനി കുമാരഗുരുദേവൻ തെറ്റായ പ്രസ്താവന എന്താണ്? 4 മാത്രം തെറ്റാണ്. ഇദ്ദേഹം പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDSന്റെ സ്ഥാപകനാണ്. അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതി ഉച്ച നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു, അതാണ് തെറ്റ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു കുമാര ഗുരുദേവൻ. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? നമ്മളുടെ ഉത്തരം എല്ലാം ശരി. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, കോശ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഇനി ചോദ്യം, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെ? ഉത്തരം 2, 3, 4. അരേ സമുദായം, ജ്ഞാനോദയം, കൊച്ചി പുലയ മഹാസഭ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ എന്തൊക്കെ? ഉത്തരം 1 C ആണ്. 1 C ആണ്. അതായത് അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ആണ്. ടാഗോറിന്റെ സന്ദർശനം 1922. ടാഗോർ 22. ഗാന്ധിജിയുടെ സന്ദർശനം 1925 ആണ്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ. ഗുരു സമാധി 1928 ആണ്. 28 ആണ് ഗുരു സമാധി. ഇനി ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ഉത്തരം 1, 3. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ. നവമഞ്ചരി രചിച്ചത് ഗുരുദേവനാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തെ തുടർന്നാണ് നവമഞ്ചരി തിരിഞ്ഞുപോയത്. അയ്യങ്കാളിയെ സംബന്ധിച്ച് ശരിയായത് എന്താണ്? ഉത്തരം 3, 4. 1937 അയ്യങ്കാളി ഗാന്ധിജിയെ കാണുന്നു. പുലയ രാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നു. സാധുജന പരിപാലന സംഘം, അയ്യോ സാധുക്കളെ ഓർത്ത് വെച്ചാൽ മതി. വില്ലുവണ്ടി സമരം വൈകുണ്ഠ സ്വാമികളാണ്. കല്ലുമാല സമരം 1915 നടന്നത്. അത് നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളി. ശരിയാണ്, പക്ഷെ വർഷം തെറ്റിപ്പോയി. ഓക്കെ, വില്ലുവണ്ടി സമരവും അയ്യങ്കാളിയാണ്. വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഓക്കെ, ഞാൻ പെട്ടെന്ന് സമരം മാറിപ്പോയി. വില്ലുവണ്ടി സമരം 1893 അയ്യങ്കാളി തന്നെയാണ്. കല്ലുമാല സമരം 2015 കൊല്ലത്തിലാണ്. അപ്പൊ 2 അയ്യങ്കാളിയുടെയാണ്, പക്ഷെ വർഷം തെറ്റിപ്പിച്ചു കിടക്കുന്നുണ്ട്. അത് നമ്മൾ തെറ്റായിട്ടാണ് കാണുന്നത്. ഇനി തിരുവിതാംകൂറിൽ നടന്ന ചാന്നാർലകളെയൊക്കെ എന്താണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നോക്കാം. 3 മാത്രം. 1891 പാൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. 1896 91 നമ്മുടെ എന്ത് നടക്കുന്നത്? മലയാളി മെമ്മോറിയൽ. അപ്പൊ ഈ വർഷങ്ങൾ തമ്മിൽ തിരിഞ്ഞു. ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം കൊടുത്തത് മലയാളി മെമ്മോറിയൽ. അപ്പൊ ആകെ ശരിയിട്ടുള്ളത് 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തി. ഇതുമായി ബന്ധപ്പെട്ടാണ് കോഴഞ്ചേരി C കേശവൻ പ്രസംഗിക്കുന്നത്. അക്കാമ ചെറിയാൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. എല്ലാം ശരി. തിരുവിതാംകൂർ ഝാൻസി റാണി, തിരുവനന്തപുരത്ത് ജോവാൻ ഓഫ് ആർക്ക്, അക്കമ്മ ചെറിയാന്റെ ആത്മകഥ, ജീവിതം ഒരു സമരം. അപ്പൊ ഈ ഒരു ചോദ്യപേപ്പറിൽ ഒരുവിധം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിരത്തി പഠിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അടുത്ത ചോദ്യം ഇതാണ്. ഈ കാണുന്നതിൽ പരിഷ്കർത്താക്കളെ പ്രസ്ഥാനങ്ങൾ ശരി. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘമാണ്. VT ഭട്ടതിരിപ്പാടോ യോഗക്ഷേമ സമയാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഉത്തരം 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? റിക്കറ്റ്സിയ. മനുഷ്യരിലെ
നൈട്രോജനിക വിസർജ്യ പദാർത്ഥം യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ? കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം നൈട്രജന. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ വാതകം എന്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്നു? ഉത്തരം ജലത്തിന്റെ വിഘടന ഫലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്താണ്? ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി എത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാട്. കിഴങ്ങ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിക്കുന്ന ബാക്ടീരിയ റൈസോബിയം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 1ഉം 2ഉം 4ഉമാണ്. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗം ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയും. ഇനി താഴെ പറയുന്ന ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിൻ? ഉത്തരം സിങ്ക്. അടുത്ത ചോദ്യം, മൂലകങ്ങളെ ശരിയായി ക്രമീകരിക്കുക. നമ്മളുടെ ഉത്തരം ത്രികങ്ങൾ എന്ന് പറഞ്ഞത് പ്രസ്താവിച്ചത് ഡോബറൈനർ. അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്. പീരിയോഡിക് ടേബിള് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അറ്റോമിക് നമ്പർ അത് മോസ്ലി. പഴയത് അറ്റോമിക് മാസ് അതാരാണ്? മെൻഡലിയഫ് ആണ്. മെൻഡലിയഫ് ആണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് വാതകം? ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ തന്നിരിക്കുന്നു. തെറ്റായ ജോഡി എന്താണ്? തെറ്റ്. അസറ്റിക് ആസിഡ് രാസവളങ്ങൾ തെറ്റ്. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാക്ടറി. ടാനിക് മഷീത്തുകൾ. സിട്രിക് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നു. നമ്മൾ അച്ചാറിലും അസറ്റിക് ആസിഡ് ഉപയോഗിക്കും. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കും. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? ഉത്തരം അൾട്രാസോണിക്. ഇനി ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥാനം മൂലം സ്ഥിതികോർജം. mgh ആണ് ഇതിന്റെ ഇക്വേഷൻ. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണ് പ്രകീർണനം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഉത്തരം പാസ്കൽ. പ്രഷറുമായി ബന്ധപ്പെട്ട് സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് ഊഷ്മാവാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം d/t ആണ്. 40%, 32. മാത്സിന്റെ ഉത്തരങ്ങൾ മാത്രം ഞാൻ കാണിച്ചു പോവുകയാണ്. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു നോക്കുക. അടുത്തത് 112. 83 3ആണ്. 600ന്റെ 8%, 600 × 8/100. 8×6 48 കിട്ടും. 84. സമചതുരത്തിന്റെ വിസ്തീർണം തന്നു. വശത്തിന്റെ നീളമാണ് ചോദിച്ചത്. ഉത്തരം 8. 8 × 64. a² ആണല്ലോ. അപ്പൊ a കണ്ടുപിടിക്കുക. 0.45. 9/20. ഇതെല്ലാം കൂടെ കൂട്ടുന്നു. അപ്പോ 2 പോയിന്റ് സംതിങ് ആണല്ലോ. നമ്മൾ നോക്കുന്നു. ഉത്തരം 2.75. 88ാമത്തെ ചോദ്യത്തിന് ഉത്തരം 20. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുന്നു. എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. ഉത്തരം 73. അടുത്ത ചോദ്യത്തിന് ഉത്തരം 240. 2 മീറ്റർ 2 മിനിറ്റ് ആണ്. മീറ്റർ എത്ര ദൂരം ചവിട്ടും എന്നാണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ കണ്ട കൂട്ടത്തിൽ പെടാത്തത് ത്രികോണമാണ്. 3, 7, 15. അടുത്തത് 31 ആണ്. ഇനി ഇത് സാധാരണ ബോർഡ് മാസ് ആണ്. ഉത്തരം 48. ഒറ്റയാനെ കണ്ടെത്താനാണ്. ഇതിനകത്ത് നമുക്ക് ബാക്കിയെല്ലാം പ്രൈം നമ്പർ ആണ്. അഭാജ്യ സംഖ്യ 8 അല്ല. ഇനി അമ്മ, മകൾ, വയസ്സ് തന്നേക്കുന്നു. ഉത്തരം 44. അടുത്തത് 0.015 ആണ് ചെറിയ സംഖ്യ. 4ന്റെ ഗുണിതമല്ലാത്തത് 214. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം 12. വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 4/5. വീണ്ടും ബോർഡ് മാസ് ആണ്. 19/3. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇത് 2023 233 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡാണ്. LD ക്ലർക്ക്, അക്കൗണ്ട്, ക്യാഷ്യർ അങ്ങനത്തെ ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു ഇത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.